ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. IMC-യുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 1 വർഷം അല്ലെങ്കിൽ 6 മാസ ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഗവൺമെന്റ് ITI നിലമ്പൂർ. നിലമ്പൂർ ട്രെയിൻ നേരത്തെ പുറപ്പെട്ടു. തുടർ യാത്രയ്ക്ക് വഴിയില്ലാതെ വഴിയിൽ കുടുങ്ങിയ യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് നേരം വെളുപ്പിച്ചു. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള അവസാന ട്രെയിൻ നേരത്തെ പുറപ്പെട്ടതോടെ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിലെത്തിയ നൂറുകണക്കിന് യാത്രക്കാരാണ് രാത്രി തുടർ യാത്രയ്ക്ക് വഴിയില്ലാതെ വെട്ടിലായത്. ഷൊർണൂരിൽ നിന്നുള്ള നിലമ്പൂർ ട്രെയിൻ നിമിഷങ്ങൾ വൈകിയോടിയാൽ ഒട്ടേറെ യാത്രക്കാർക്ക് ഗുണം ലഭിക്കുന്നതായി യാത്രക്കാർ പറഞ്ഞിരുന്നു. തുടർന്ന് വിവിധ മേഖലകളിൽ നിന്നുള്ള ഇടപെടലുകളുടെ കൂടി ഫലമായി ഈ സർവീസ് അല്പം വൈകിയാണ് ഷൊർണൂരിൽ നിന്നും പുറപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്നലെ രാത്രി നിലമ്പൂർ ട്രെയിൻ ഷൊർണൂരിൽ നിന്ന് നേരത്തെ പുറപ്പെടുകയും കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിൻ വൈകുകയും ചെയ്തു. 2 ട്രെയിനുകളും അടുത്തടുത്തുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിർത്തുന്ന സാഹചര്യം മാറിയതോടെയാണ് പ്രായമായവരും കുട്ടികളും രോഗികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞത്. കണ്ണൂർ എക്സ്പ്രസ് 6ാം പ്ലാറ്റ്ഫോമിലും നിലമ്പൂർ ട്രെയിൻ 1ാം പ്ലാറ്റ്ഫോമിലുമാണ് ഇപ്പോൾ നിർത്തുന്നത്. നിലവിൽ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള അവസാന ട്രെയിൻ പുറപ്പെടുന്നത് രാത്രി 8:10-നാണ്. ഇതിനുശേഷം നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ഷൊർണൂരിലെത്തുന്ന വിവിധ ട്രെയിനുകളിലെത്തുന്ന ഒട്ടേറെ പേർ നിലമ്പൂർ ഭാഗത്തേക്ക് തുടർയാത്രാ സൗകര്യമില്ലാതെ പ്രയാസപ്പെടുകയാണ്. ആലപ്പുഴയിൽ നിന്ന് വരുന്ന കണ്ണൂർ എക്സ്പ്രസിൽ ഷൊർണൂരിൽ ഇറങ്ങുന്ന യാത്രക്കാരിൽ ഭൂരിഭാഗവും നിലമ്പൂരിലേക്ക് പോകേണ്ടവരാണ്. എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ സമയമാറ്റവും നിലവിലെ പ്രതിസന്ധിക്ക് കാരണമാണ്. മുൻപ് അരമണിക്കൂർ നേരത്തെ ഈ ട്രെയിൻ ഷൊർണൂരിൽ എത്തിയിരുന്നു. സമയം പുനഃക്രമീകരിച്ചതോടെ ഈ ട്രെയിനിൽ യാത്രക്കാരുടെ എണ്ണത്തിലും കുറവുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള കേരള എക്സ്പ്രസിലെ യാത്രക്കാരും ട്രെയിൻ മാറിക്കയറി കണ്ണൂർ എക്സ്പ്രസിലാണ് ഷൊർണൂരിൽ എത്തുന്നത്. ഇന്നലെ ട്രെയിൻ ലഭിക്കാത്തവരിൽ ഒട്ടേറെ യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് നേരം വെളുപ്പിച്ചു. റെയിൽവേ ടൈം ടേബിൾ പ്രകാരം നിലമ്പൂരിലേക്കുള്ള അവസാന ട്രെയിൻ സമയം 8:30 ക്രമീകരിച്ചാൽ ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ആശ്വാസമാകും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. BCA, BSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DSAT നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.